ഹൈ ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. അങ്ങനെ സോഷ്യൽ സയൻസ് എക്സാം കഴിഞ്ഞു. ഒരു ആൻസർ കീ അനാലിസിസ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. കാരണം ഈ ഒരു സിലബസിൽ അവസാന ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെ, ഇനി ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഐ തിങ്ക് ഈ ഒരു സിലബസിലെ പുതിയ ടെക്സ്റ്റ് ബുക്കിലെല്ലാം പുതിയൊരു ടെക്സ്റ്റ് ബുക്ക്, പുതിയ സിലബസ്, പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും അടുത്ത വർഷം വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ അവസാനത്തെ 2025 സോഷ്യൽ സയൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒളിഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് ടഫാണ്, ഈസിയാണ്, ജസ്റ്റ് ചുമ്മാ ഒന്ന് നോക്കി പോകുന്ന മാത്രമേ ഉള്ളൂ. പൊതുവെ ക്വസ്റ്റ്യൻ പേപ്പറിന് വലിയൊരു പ്രശ്നമൊന്നുമില്ല. ഏത് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് മാത്രം ഒന്ന് കുഴപ്പിച്ചു, എന്നാൽ ബാക്കിയൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതിയിട്ടില്ല, നിങ്ങൾക്ക് എന്താണ് A+ ഉറപ്പാണ്. കാരണം അതിന് ഓർ ക്വസ്റ്റ്യൻസും ഉണ്ട്. ഈസി ആയിട്ട് സ്കിപ്പ് ചെയ്താലും 72 മാർക്ക് ഉറപ്പാണ്. 72 മാർക്ക് ഏതൊരാൾക്കും എളുപ്പത്തിൽ കൃത്യമായി ക്ലാസ് കാണുന്ന പഠിക്കുന്ന ഒരു കുട്ടി 72 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് നടന്നത്. അത് ശരിക്കും ആദ്യ ക്വസ്റ്റ്യൻ അത് ഹിമാദ്രിയാണ് ആൻസർ. കാഞ്ചൻജംഗ എവിടെയാണുള്ളത്? ഹിമാദ്രിയിലാട്ടോ. ഹിമാദ്രി അല്ലേ? കാഞ്ചൻജംഗ, നന്ദാദേവി പോലുള്ള മൗണ്ടൻസിലെ ഹിമാദ്രിയിലാണ്. ഹു ഫോം ദ സ്വരാജ് പാർട്ടി. നമുക്ക് ഇതിൽ ആരാ? CR ദാസ് ആണ് സ്വരാജ് പാർട്ടി ഫോം ചെയ്തത്. അല്ലെ, CR ദാസ് ആൻഡ് മോത്തിലാൽ നെഹ്റു. ഇനി പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഈസ് കൺസേൺ വിത്ത് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഗവൺമെന്റ്. ആരത് പറഞ്ഞത്? നമ്മൾ ആ ചാപ്റ്റർ തുടങ്ങുമ്പോൾ ആൻഡ് ഗ്ലാഡന്റെ പിന്നെ ഡെഫിനിഷൻ ആണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഈസ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ ഗവൺമെന്റ്. പിന്നെ ഇതിന് ആൻസർ കോർപ്പറേറ്റ് ടാക്സ് ആണ്. കമ്പനികൾ കൊടുക്കുന്നത് കോർപ്പറേറ്റ് ടാക്സ് ആണ്. പിന്നെ സൗത്ത് ഇന്ത്യയിലുള്ളത്, സൗത്ത് ഇന്ത്യ എവിടെ? കർണാടകയിലെ ഭദ്രാവതിയിലാട്ടോ. കർണാടകയിലെ ഭദ്രാവതി വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് അല്ലേ? അതൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ ഇനി വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഒബ്സർവേഷൻ ആസ് എ മെത്തേഡ് ഓഫ് സ്റ്റഡിങ് സോഷ്യൽ. അതായത് പങ്കാളിത്ത നിരീക്ഷണത്തെ പറ്റി സംസാരിക്കുന്നത് അല്ലെ ചോദിക്കുന്നത്. സിമ്പിൾ, നമ്മൾ ഇന്നലെ പറഞ്ഞത് ഒന്നെങ്കിൽ പങ്കാളി, അല്ലെങ്കിൽ ആ ചാപ്റ്ററിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? ഈ പങ്കാളി നിരീക്ഷണം, പാർട്സ് ആൻഡ് ഒബ്സർവേഷൻ. എളുപ്പത്തിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് ആ ഒരു കാര്യം. ഇനി എന്താണ് ഇന്ത്യൻ സിവിൽ സർവീസ്? ഇതൊക്കെ ഏത് ഒരു കൊച്ചുകുട്ടിക്ക് അല്ലെ, ടെക്സ്റ്റ് ബുക്ക് ജസ്റ്റ് ഒന്ന് മറച്ചു നോക്കുന്ന ഒരു കൊച്ചുകുട്ടിക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ഏതാണ് ഇവിടെ ഓൾ ഇന്ത്യ സർവീസ്, സെൻട്രൽ സർവീസ്, സ്റ്റേറ്റ് സർവീസ് വരുന്നു. ഇനി അതുപോലെ തന്നെ ഇവിടെ അപ്പോയിന്റ്മെന്റ് വിത്ത് സെൻട്രൽ സർവീസ് ആണ്. പിന്നെ ഇവിടെ സെൻട്രൽ സർവീസ് അല്ല, അപ്പോയിന്റ്മെന്റ്സ് ഇവിടെ സെൻട്രൽ സർവീസ് ഓൺലി, കേന്ദ്ര ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ മാത്രമേ ഉള്ളൂ. അത്രയുള്ളൂ, സിമ്പിൾ. 2 മാർക്ക് അവിടെ കിട്ടി. പിന്നെ നോൺ കൺവെൻഷൻ അഥവാ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ് നമ്മൾ പറഞ്ഞതാണ്. എക്സാമ്പിൾ ചെയ്ത് അതിന്റെ ഫീച്ചേഴ്സ് ഇതൊക്കെ സിമ്പിൾ ആട്ടോ. പിന്നെ ഹിമാലയൻ റിവേഴ്സിൽ എല്ലാം കൂടുതലുള്ള നദികളാണ് ഹിമാലയൻ നദികൾ. അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ സിമ്പിൾ ആണ്. ഇതൊക്കെ എത്രയോ തവണ പബ്ലിക് എക്സാം റിപ്പീറ്റ് ചെയ്ത് വെച്ച് ഈ 2 ക്വസ്റ്റ്യനും. പിന്നെ നോൺ ടാക്സ് റവന്യൂ, അപ്പം 5 ഉണ്ട്, 3 എക്സ്പ്ലെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് മാർക്ക് 3 മാർക്ക്. അപ്പൊ അതിന് മാത്രമല്ല എഴുതിയാൽ മതി. അപ്പൊ ഇതൊക്കെ ഈ 3 ക്വസ്റ്റ്യൻസിന് പ്രത്യേകത വെച്ചാൽ ഇത് അവസാനത്തെ 7 കൊല്ലത്തിന് 4 തവണ റിപ്പീറ്റ് ചെയ്ത് വെച്ചു. ഇതൊക്കെ നമ്മൾ സ്ട്രെസ് ചെയ്ത് പറഞ്ഞാൽ ഇത് പഠിക്കണം എന്നുള്ളത് അത് ഇമ്പോർട്ടന്റ്. ഫോളോ ചെയ്ത് നമ്മൾ പറഞ്ഞ ആ ചാപ്റ്റർ 5ാമത്തെ ചാപ്റ്റർ ഞാൻ ചോദിച്ചു. അല്ലെ, നമുക്ക് രാമകൃഷ്ണ മിഷന്റെ സത്യശോധി സമാജം, ബ്രഹ്മ സമാജം, അതായത് നമ്മൾ ഇമ്പോർട്ടന്റ് എന്ന് പറയും നമ്മൾ ഒരുപാട് ട്രിക്സ് ഒക്കെ ഉപയോഗിച്ച് പഠിച്ച സെയിം സാധനം ചോദിച്ചു. അല്ലെ, രാമകൃഷ്ണ മിഷൻ ആരാ? സ്വാമി വിവേകാനന്ദനിലേക്ക് പോട്ടെ, സത്യശോധി സമാജ് സത്യന്ത ജ്യോതിബ ഫുലെയിലേക്ക് പോട്ടെ, ബ്രഹ്മസമാജ് രാജാറാം മോഹൻ റോയ്, സെൽഫ് റെസ്പെക്ട് EV രാമസ്വാമി നായകർ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് സോഷ്യൽ റിഫോം ടോപ്പിക്കിൽ നിന്ന് മാത്രമേ ചോദ്യങ്ങൾ ചോദിക്കൂ. പിന്നെന്താ റിസൾട്ട്? ഏർലി സ്ട്രഗിൾസ് ഓഫ് മഹാത്മാഗാന്ധി. 4 മാർക്കിന് ചോദിച്ചു. സിമ്പിൾ ചോദ്യം. നമ്മൾ ഏത് കാലം മുതൽ പഠിക്കാൻ തുടങ്ങിയ മഹാത്മാഗാന്ധി ഏർലി സ്ട്രഗിൾസ് റിസൾട്ട്? കാരണം അദ്ദേഹത്തിന്റെ പുതിയ സമരീതി പഠിക്കാൻ വേണ്ടി സാധിച്ചു, സത്യാഗ്രഹം, അഹിംസ പഠിക്കാൻ വേണ്ടി സാധിച്ചു, ഒരുപാട് സാധാരണക്കാരെ ആളുകളെ സമരത്തിലേക്ക് അട്രാക്ട് ചെയ്യാൻ സാധിക്കും. ആഫ്റ്റർ ഓൾ ഹി ബിക്കം ദ നാഷണൽ വൈഡ് ലീഡർ അക്സെപ്റ്റഡ് ഓഫ് സ്ട്രാറ്റ ഓഫ് സൊസൈറ്റി എന്ന് നമ്മൾ 4 പോയിന്റ് എഴുതിയ 4 മാർക്ക് അവിടെ കിട്ടി. അടുത്ത് കൺസ്യൂമർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം അല്ലെ? അത് എന്താണ്? ഹാബിറ്റ്സ് ഫോംഡ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കൺസ്യൂമർ എഡ്യൂക്കേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന ഹാബിറ്റ്സ് എന്തൊക്കെയാണ്? നമ്മൾ ഹെൽത്ത് സെൻസിബിളി ആസ് പെർ ദി വാൻസിൽ നമുക്ക് എന്ത് ചെയ്യും? നമ്മുടെ ആവശ്യമനുസരിച്ച് വാങ്ങും, നമ്മൾ ചിഹ്നങ്ങൾ നോക്കി വാങ്ങും. അങ്ങനത്തെ ഒരു 4 പോയിന്റ് ഉണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ അതേപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ ഈ സെയിം ക്വസ്റ്റ്യന് ഇതേപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദി ഹാബിറ്റ്സ് മാറ്റിയിട്ട് വാട്ട് ആർ ദി വേസ് എന്ന് മാറ്റിയെന്നുള്ളൂ. അപ്പൊ സെയിം ക്വസ്റ്റ്യൻ സെയിം ആൻസർ ടെക്സ്റ്റ് ഉണ്ട്. ഇത് മലയാളി മെമ്മോറിയൽ എന്താണ്, ഈഴ മെമ്മോറിയൽ എന്താണ്? 4 മാർക്കിന് ചോദിച്ചൊരു ചോദ്യമാണ്. അതൊരു എനിക്കൊന്നൊരു പുതിയൊരു ചോദ്യമാണ്. ആ ഒരു ടോപ്പിക്കും ചാപ്റ്ററും ചോദിച്ചൊരു പുതിയ ചോദ്യമാണ്. പിന്നെ നമുക്കറിയാം മലയാളി മെമ്മോറിയൽ, ഈഴ മെമ്മോറിയൽ നമ്മൾ പറഞ്ഞിരുന്നു. ആ ചാപ്റ്ററിന്റെ ഇമ്പോർട്ടന്റ് ടോപ്പിക് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് നമ്മളെ തിരുവിതാംകൂർ എന്നുള്ള മൂവ്മെന്റ്സ്. അത് മലയാളി മെമ്മോറിയൽ, ഈഴ മെമ്മോറിയൽ, നിവർത്തന പ്രശ്നം 3 നിങ്ങൾ പഠിച്ചു വെക്കണം എന്ന് പറഞ്ഞിരുന്നു. അവിടെ നിന്നാണ് ആ ചോദ്യം വന്നത്. പിന്നെ മാപ്പ് നമ്മൾ പറഞ്ഞതാണ്. ഒരു നദി ചോദിക്കും, നർമ്മദ ചോദിച്ചത്, ഒരു പോർട്ട് തുറമുഖം ചോദിക്കുന്നത് ഏതാണ്? കണ്ട്ല പോർട്ടായിരുന്നു. പിന്നെ വെസ്റ്റേൺ ഗഡിന് 2, പിന്നെ നമ്മുടെ പെനുസാപ്പിളി ഉപദ്വീപ് പീഠം 2 ചോദിച്ചു. ഇതിന് സ്ഥാനങ്ങൾ നമ്മൾ കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്താണ്, സെറ്റാണ്. പിന്നെ ഹിസ്റ്ററി, രാധാകൃഷ്ണ കമ്മീഷന്റെ റെക്കമെൻഡേഷൻസ് അല്ലെ? ആ 3 രാധാകൃഷ്ണ കമ്മീഷൻ എന്തിനാ ശരിക്കും? അദ്ദേഹം ഹയർ എഡ്യൂക്കേഷനെ പറ്റിയാണ് അല്ലെ? ഹയർ എഡ്യൂക്കേഷനെ പറ്റിയാണ് അദ്ദേഹം എന്താണ് UGCയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ആര് ഡോക്ടർ രാധാകൃഷ്ണ കമ്മീഷൻ എന്ത് ചെയ്തിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നോട്ട് ചെയ്ത് നോക്കുക. പിന്നെന്താ ഡിക്ലൈൻ ഔട്ട് ഇന്ത്യൻ ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രി. നമ്മൾ പറഞ്ഞ ഷുവറായിട്ട് ചോദിക്കുന്നു പറഞ്ഞ ചോദ്യമാണ്. എന്താ മിഷൻ മെയ്ഡ് പ്രൊഡക്റ്റുകൾ, അതുപോലെ തന്നെ പിന്നെ ടാക്സ് കൂട്ടിയത്, അതുപോലെ തന്നെ റെയിൽവേയുടെ എക്സ്പാൻഷൻ. 3 പോയിന്റ് എഴുതി വെച്ചാൽ 3 മാർക്ക് അവിടെ കിട്ടി. പിന്നെ ഇത് എല്ലാ തവണയും ചാപ്റ്റർ 1 3 മാർക്ക് ചോദിച്ചാണ്. ഈ 3 ഡേയ്സും അതിന്റെ
പേരും അതിന്റെ അപ്പാരം പോർഷൻ അത് മാത്രം എഴുതിയാൽ മതി. പേരും അപ്പാരം പോർഷനും. അപ്പോൾ 21 മാർച്ച് ഇക്വിനോക്സ് ആണ്, സമരാത്ത ദിനങ്ങളാണ്. സൂര്യനാനുസ്ഥാനം ഇക്വേറ്റ് ആണ്, ഭൂമധ്യരേഖയാണ്. 21 ജൂൺ ഏതാണ്, സമ്മർ സോൾസ്റ്റീസ്, ഗ്രീഷ്മായന ദിനം. അപ്പാരം പോർഷൻ ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ഉത്തരായന രേഖയാണ്. വിന്റർ സോൾസ്റ്റീസ്. അല്ലെങ്കിൽ സെക്കൻഡ് ചാപ്റ്റർ പഠിക്കുന്ന സൈക്ലോൺസ്, സിമ്പിൾ ആണ്. സൈക്ലോൺസ് നമ്മൾ പറഞ്ഞ സാധനമാണ്. സൈക്ലോൺസ് ഈ ചാപ്റ്റർ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. സൈക്ലോൺസ് നമ്മൾ പറഞ്ഞാണ് ചക്രവാതങ്ങളാണ്. മലയാളിക്കാർ ഓർത്ത് വെക്കുക, ചക്രവാതങ്ങൾ. ഇനി ഡിസ്ക്രൈബ് അച്ചീവ്മെന്റ്സ് ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ ഇൻ ദ എക്കണോമിക് സെക്ടർ. അതായത് നമുക്ക് എന്തൊക്കെ പറയാനുണ്ട് ശരിക്കും. അതിൽ നമുക്ക് നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ മുതൽ നമുക്ക് വേണമെങ്കിൽ അവിടെ എഴുതാം. പ്ലാനിംഗ് കമ്മീഷൻ, അതിനുശേഷം 5 ഇയർ പ്ലാൻ കൊണ്ടുവന്നതിന്റെ ഭാഗമായി നമുക്ക് പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ, അതായത് ഇൻഡസ്ട്രി നമുക്ക് വലിയ ഒരുപാട് സ്റ്റീൽ പ്ലാന്റേഷൻ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ബക്രനങ്കൽ ഡാമുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് നമ്മുടെ അടിസ്ഥാനപരമായ ഒരുപാട് ഡെവലപ്മെന്റ് ഉണ്ടാക്കാൻ നമുക്ക് എക്കണോമിക് സെക്ടറിൽ സാധിച്ചിട്ടുണ്ട്. അത് നോട്ട് ചെയ്ത് വെക്കാം. പിന്നെന്താണ് സ്വദേശി മൂവ്മെന്റ് സ്ട്രെങ്ത് ഇൻ ദ ഇന്ത്യൻ നാഷണൽ. നമ്മളൊരു എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ചോദ്യമാണ്. മുൻ വർഷങ്ങളൊക്കെ ചോദിച്ചത് ഫൈനൽ എക്സാമിന് വളരെ റയറായി ചോദിച്ചൊരു ചോദ്യമാണ്. അത് അവിടെ സ്വദേശി മൂവ്മെന്റ്, അതായത് നമുക്കറിയാം സ്വദേശി മൂവ്മെന്റ് ജസ്റ്റ് ലൈക്ക് നമ്മളെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് പോലെ എന്താണ് ബ്രിട്ടീഷുകാരുടെ പ്രൊഡക്റ്റുകളൊക്കെ ബോയ്ക്കോട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ പ്രൊഡക്റ്റുകൾ എന്ത് ചെയ്യുക, നമ്മൾ ഉണ്ടാക്കുക. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റുകൾ ഇന്ത്യയിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്, ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഒരുപാട് ഇൻഡിജിനിയസ് പ്രൊഡക്ഷൻ പല മേഖലയിൽ, ഖാദി ഉൾപ്പെടെയുള്ള മറ്റു പല മേഖലകൾ, ഒരുപാട് ഇൻഡസ്ട്രികളൊക്കെ ഇന്ത്യക്കാരെ ആളുകൾ തുടങ്ങിയിട്ടുണ്ട്. അത് ഒരു വേറിട്ടൊരു എന്താണ് മൂവ്മെന്റ് സ്റ്റൈലായിരുന്നു. അതാണ് അവിടെ ചോദിച്ചത് കേട്ടോ. പിന്നെ നമുക്കേതാ, പിന്നെ സിവിക് കോൺഷ്യസ് നമുക്ക് എങ്ങനെ ഫോസ്റ്റർ ചെയ്യാൻ. ഇത് കഴിഞ്ഞ പിന്നെ മോഡൽ എക്സാമിനോട് ചോദ്യമാണ് നമുക്ക് എങ്ങനെ നമ്മുടെ ഫാമിലി അസോസിയേഷൻ, ആ കാര്യങ്ങളാണ് നിങ്ങൾ അവിടെ എഴുതി വെക്കേണ്ടത്. ഇനി പോപ്പുലേഷൻ ഇസ് ഇൻ ഡിസ്പെൻഡ് ഫാക്ടർ ഓഫ് ദ ഫോർമേഷൻ ഓഫ് സ്റ്റേറ്റ് സബ്സ്റ്റാൻഡീവ് സ്റ്റേറ്റ്മെന്റ്. നമ്മൾ പറഞ്ഞ ഫാക്ടേഴ്സ് ഓഫ് സ്റ്റേറ്റ്, രാഷ്ട്രത്തിന്റെ രാഷ്ട്ര രൂപീകരണത്തിന്റെ ഘടകങ്ങൾ വളരെ പ്രധാനപ്പെട്ട. ആരെപ്പറ്റി ചോദിച്ചത് പോപ്പുലേഷനെ പറ്റി മാത്രമേ ചോദിച്ചുള്ളൂ. നമുക്കറിയാം പോപ്പുലേഷൻ അവിടെ ജനങ്ങൾ സ്ഥിരമായി താമസിക്കുമല്ല, പോപ്പുലേഷൻ ആണ് ജനങ്ങൾ, അല്ലെങ്കിൽ ആ പോപ്പുലേഷൻ ഇസ് വെരി ബേസിക് ആയ കാര്യം. അല്ലെ അവിടെ എത്ര എണ്ണം കൂടുതൽ വേണമെന്നോ കുറവ് വേണമെന്നോ ഒന്നും പറയുന്നില്ല. അവിടെ പോപ്പുലേഷൻ ഉണ്ടായാൽ മതി, ജനങ്ങൾ ഒത്തൊരുമയോടുകൂടി ഐക്യത്തോടുകൂടി ഒരു ടെറിട്ടറിയിൽ താമസിക്കുമ്പോൾ രാഷ്ട്രം രൂപീകരിക്കപ്പെടുന്നത്. അല്ലേ? അപ്പോൾ ആ കാര്യം ചെയ്താൽ മതി, അവിടെ എഴുതിയാൽ മതി. പിന്നെ ഈ ചാപ്റ്റർ പഠിക്കുന്നവർ കഴിഞ്ഞ തവണ പബ്ലിക് എക്സാം ചോദിച്ച ക്വസ്റ്റൻ ആണ്, അതിന് ഉന്നത തവണ പബ്ലിക് എക്സാം ചോദിച്ച ക്വസ്റ്റൻ ആണ് ഇമ്പോർട്ടൻസ് ഓഫ് പോപ്പുലേഷൻ സ്റ്റഡീസ്, ജനസംഖ്യാ പഠനത്തിന്റെ പ്രാധാന്യം. 4 പോയിന്റ് ഉള്ളൂ, 4 പോയിന്റ് 4 മാർക്ക് കേട്ടോ. ഇങ്ങനെ 9th ചാപ്റ്റർ ഇ ബാങ്കിങ്, ഇലക്ട്രോണിക് ബാങ്ക്, ഇന്റർനെറ്റിന്റെ ഹെൽപ്പോട് ഈ ബാങ്കിങ് ആണ്. അതിന്റെ യൂസസ് 3 ചെറിയ പോയിന്റ് ഉണ്ട്. സ്പീഡാണ്, ക്വിക്കാണ്, പിന്നെ ലോ സർവീസ് ചാർജ് ആണ്. ആ പോയിന്റ്സ് അവിടെ ആഡ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ. പിന്നെ വാട്ട് ആർ ഡിഫറെന്റ് ബ്രാഞ്ചസ് ഓഫ് സ്റ്റഡിങ് പൊളിറ്റിക്കൽ. ഇത് ഒരു മുൻ വർഷം ചോദിച്ചൊരു ചോദ്യമാണ്. പൊളിറ്റിക്കൽ സയൻസിന്റെ ബ്രാഞ്ചസ്, പല ബ്രാഞ്ചസ് പൊളിറ്റിക്കൽ സയൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കമ്പാരിറ്റീവ് പൊളിറ്റിക്സ്, ഇന്റർനാഷണൽ പൊളിറ്റിക്സ് ഉണ്ട്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, പിന്നെ എന്താണ് പിന്നെ ഏതായിരുന്നു, പിന്നെ ഇന്റർനാഷണൽ പൊളിറ്റിക്സ്. അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഈ പൊളിറ്റിക്കൽ സയൻസ് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഉണ്ട്. പിന്നെ എന്താണ്, ഗിവ് എനി സജഷൻ ടു ഓവർകം ദ ചാലഞ്ചസ് ഓഫ് ഫേസ്ഡ് ബൈ സിവിക് കോൺഷ്യസ്. നമ്മുടെ പൗരബോധം അല്ലെങ്കിൽ നമ്മുടെ സിവിക് കോൺഷ്യസ് ഫേസ് ചെയ്യുന്ന ചാലഞ്ച് മറികടക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും ഒക്കെ വളരെ ഡീറ്റെയിൽ നമ്മൾ പറയാം. എളുപ്പമാണ്. കാരണം നമുക്കറിയാം സെൽഫിഷ് മെന്റാലിറ്റിയാണ് നമ്മൾ സിവിക് കോൺഷ്യസിന്റെ ഒരു എതിരാളി. അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ പ്രവർത്തനം നമ്മൾ സ്വയം വിലയിരുത്തുക, നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റും, മറ്റുള്ളവർ ആഗ്രഹം എന്ത് ചെയ്യുക, ബ്രേക്ക് ചെയ്യാതൊക്കെ. അങ്ങനെ ഒരുപാട് പോയിന്റുകൾ നമ്മൾ അതിൽ പഠിക്കുന്നില്ലേ. ജസ്റ്റ് ഒരു 4 പോയിന്റ് അവിടെ എന്ത് ചെയ്യാൻ. പിന്നെ അടുത്ത ഏരിയ റിമോട്ട് സെൻസിംഗ് അല്ലേ, അതിന്റെ ലിമിറ്റേഷൻസ് ഏറ്റവും കൂടുതലാണ് പബ്ലിക് നടന്ന പബ്ലിക്കേഷൻ ചോദിച്ച ക്വസ്റ്റനാണ്. ലിമിറ്റേഷൻസ് ഓഫ് ഏരിയ റിമോട്ട്. ഏരിയ റിമോട്ട് സെൻസ് എയർക്രാഫ്റ്റ് മുകളിൽ വെക്കുക, ലിമിറ്റേഷൻസ് തന്നെ കുലുക്കുണ്ടാവുന്ന കാര്യങ്ങളൊക്കെ കേട്ടോ. പിന്നെ ഈസ്റ്റിങ്സ് ആൻഡ് നോർത്തിങ്സ്, ഇത് കഴിഞ്ഞ നടന്ന ക്രിസ്മസ് എക്സാമിൽ ചോദിച്ച ക്വസ്റ്റനാണ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് ഈസ്റ്റിങ്സ് നോർത്തിങ്സ് എന്താ ചെയ്താൽ. ഇതൊക്കെ വളരെ സിമ്പിൾ ആട്ടോ. ഗ്രിഡ് പഠിക്കുന്നവർക്ക് അറിയാം ഈസ്റ്റിങ്സ് നോർത്തിങ്സ് എന്താണ്. വെർട്ടിക്കൽ ലൈൻസ് ഈസ്റ്റിങ്സ് ആണ്, ഇങ്ങനെയുള്ള ലൈൻസ് നോർത്തിങ്സ് ആണ്. അതിന്റെ ഫീച്ചേഴ്സ് ചെയ്താൽ. പിന്നെ അടുത്തത് 21ാം ചോദ്യമാണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. എന്താ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ? ലോൺ കൊടുക്കുക, ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നതാണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതിൽ നോൺ ബാങ്കിങ്ങിന്റെ എക്സാമ്പിൾസ് മാത്രമേ. ഏതൊക്കെ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് ഉണ്ട്, മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, അതേപോലെ തന്നെ മൈക്രോ ഫിനാൻസ്. അതൊക്കെ നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് എഴുതാം. പിന്നെ ഈ ക്വസ്റ്റ്യന് വളരെ സിമ്പിളാണ്. ഹെൽത്ത്, ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് ആർ ദി ഫെസിലിറ്റീസ് ടു ബി എൻഷുർ ഫോർ ബെറ്റർ ഹെൽത്ത് കെയർ. ക്രിസ്മസ് എക്സാം ചോദിച്ചിട്ടുണ്ട്, ഓണം എക്സാം ചോദിച്ചത്, പബ്ലിക് എക്സാമിനും റിപ്പീറ്റ് ചെയ്തില്ല. പിന്നെ എസ് എ നമ്മൾ പറഞ്ഞത് തന്നെയാണ്. എസ് എ ചോദിച്ചത് 3 സമയം പറഞ്ഞു, 3 ചോദിച്ചിട്ടില്ല, 2 ചോദിച്ചു. നിങ്ങൾക്ക് ലാഭമായി. ഗ്രീൻവിച്ച് ടൈമും സ്റ്റാൻഡേർഡ് ടൈമും 5 മാർക്കിൽ 3 ടൈമാണ് ചോദിക്കാറ്. ചിത്രം 2 ചോദിച്ചു, നിങ്ങൾക്ക് ലാഭമായി. 2 എഴുതിയാൽ മതി. പിന്നെ അല്ലെങ്കിൽ മറ്റേതാണ് പ്ലാനറ്ററി വിൻസ്. ഇതും എസ് എ ചോദിക്കുന്നതാണ്. പ്ലാനറ്ററി വിൻസ് ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്, ആഗോള മർദ്ദമേഖലയിൽ വീശുന്ന കാറ്റാണ്. അതിൽ ട്രേഡ് വിൻസ് എന്താണ്, വെസ്റ്റർലീസ് എന്താണ്, വാണിജ്യവാദങ്ങൾ എന്താണ്, പശ്ചിമവാദങ്ങൾ എന്താണെന്ന് മാത്രം അവിടെ എന്ത് ചെയ്താൽ മതി, എഴുതിയാൽ മതി. നമ്മളതുപോലെ ഹിസ്റ്ററി എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ റഷ്യ ഓർ ചൈന നമ്മൾ പറഞ്ഞു. ചൈന തന്നെയാണ് ചോദിച്ചത്. എളുപ്പത്തിൽ എനിക്ക് ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിക്കാവുന്ന റവല്യൂഷനാണ് ചൈനീസ് റവല്യൂഷൻ. നമ്മൾ നല്ല വളരെ ഡീറ്റെയിൽ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. അതുപോലെ കോസ റിസൾട്ട് ഓഫ് ഫസ്റ്റ് 1ാം ലോക മഹായുദ്ധത്തിന്റെ കാരണങ്ങൾ നമ്മൾ നല്ല പറഞ്ഞാണ്. അപ്പൊ ശരിക്കും ഓളോവർ നോക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നല്ലൊരു ക്വസ്റ്റ്യൻ അതായത് A+ലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ എന്തായാലും സാധിക്കും. കാരണം എനിക്ക് തോന്നുന്നു അവർ ഇത്രയും എഴുതിയാൽ ഏറ്റവും എളുപ്പമുള്ള പരീക്ഷ. ഒരു കുട്ടിയുണ്ട്, എനിക്ക് പേഴ്സണലി മെസ്സേജ് കുട്ടിയാണ്. പേര് കുട്ടി പറയണമെന്നുള്ളത് ഞാൻ പറയുന്നില്ല. അവള് വെള്ളിയാഴ്ച മുതലാണ് പഠിക്കാൻ തുടങ്ങി. വെള്ളി, ശനി, ഞായർ ആ 3 ദിവസവും കറക്റ്റ് പഠിച്ചു. അവൾക്ക് ജസ്റ്റ് അവൾ കൂട്ടിയുമ്പോൾ 75 മാർക്ക് അവർക്ക് ഉറപ്പാണ്. അപ്പൊ ശരിക്കും നിങ്ങൾ തലേന്ന് പഠിക്കുന്നതിനേക്കാൾ 2 ദിവസം മുമ്പ് എഫേർട്ട് തലേ നമ്മൾ പഠിക്കരുത്. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പൊ നിങ്ങൾ ഇനി വരാനിരിക്കുന്ന പരീക്ഷ അതൊക്കെ നിങ്ങൾ തലേന്ന് പഠിക്കാൻ നിൽക്കുന്നത്. നിങ്ങൾ ആ 2 ദിവസം മുന്നേ, 4 ദിവസം മുന്നേ, ഏറ്റവും ചുരുങ്ങിയ ഒരു 4 ദിവസം, ഇനി ഒരുപാട് സമയമുണ്ട്. ആ മാക്സിമം സമയം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഏറ്റവും ചെയ്യേണ്ടത് മാത്സ് ഒക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക.
ഓക്കെ. ഓക്കെ, അപ്പൊ നന്നായിട്ട് പഠിക്കുക, ഉഷാറായിട്ട് അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാ തോന്നുന്നത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം. ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിൽ ഒന്ന് ഷെയർ കൊടുക്കാം. പിന്നെ മറ്റു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ കഴിഞ്ഞ പോയ എക്സാമിനെ കുറിച്ച് അത് ആലോചിക്കുക. ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. കഴിഞ്ഞത് കഴിഞ്ഞു. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാം, ആര് നിങ്ങളോട് എക്സാമിനെ പറ്റി ചോദിച്ചാൽ നന്നായി എഴുതി അത് മാത്രം പറഞ്ഞാൽ, ആര് ചോദിച്ചാലും അതിനെ പറ്റി മറുത്തൊരു അഭിപ്രായം നിങ്ങൾ പറയാൻ നിൽക്കേണ്ട. പരീക്ഷ കഴിഞ്ഞു, അടുത്ത പരീക്ഷയെ പറ്റി ചിന്തിക്കുക, അടുത്തതിനെ പറ്റി പഠിക്കുക. അത്രേ ഉള്ളൂ പരിപാടി. ബൈ മക്കളെ, ബൈ, താങ്ക് യു.